ഹായ് ഫ്രണ്ട്സ്, അനിയൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പുതിനയുടെ ഇലയാണ്. അപ്പോൾ പുതിന ഇല വെച്ചിട്ട് നല്ല കിടിലനായിട്ടുള്ള ടിപ്സാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ടിപ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലികളെ തുരത്താനുള്ള ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തണ്ടിൽ നിന്ന് നമ്മുടെ പുതിന ഇല ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടർത്തിയെടുക്കണം. നല്ല ഫ്രഷ് പുതിന നിങ്ങൾ എടുക്കാവുള്ളൂ കേട്ടോ. ഒരു കാരണവശാലും വാടിയതോ ഉണങ്ങിയതോ ഒന്നും എടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമുക്കിത് കുറച്ചായിട്ട് അടർത്തി എടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തോളൂ. ഇല ഇച്ചിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അത് ഇത്രയും ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇടികല്ലിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. കാരണം നമ്മളിതിൻ്റെ ഒരു സത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചതച്ചിട്ട് നല്ല പോലെ തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി. അപ്പോൾ അതിൻ്റെ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള എന്ത് കിട്ടും. പിന്നെ ഫ്രഷായിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ചതച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ വേറെ ഒരു സാധനം ഇതിനകത്ത് ചേർത്ത് കൊടുക്കരുതും. പുതിനയില തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ പുതിനയില ചതഞ്ഞതിന് ശേഷം മാത്രം വേണം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇടികല്ലിൽ ഇട്ടില്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മാത്രം മതി കേട്ടോ. വേറെ വെള്ളം ഒന്നും ചേർക്കുകയൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ്. ഇനി നമുക്കിതിലോട്ട് ഓരോരോ ഐറ്റംസായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീടിനും പരിസരത്തും ഒക്കെ നിറച്ച് പല്ലിയായിരിക്കുമല്ലോ. വീടിനകത്തും പുറത്തും ഒക്കെ പല്ലി ഉണ്ടാവും. ഫുഡ് വേസ്റ്റോ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നിടത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് പച്ചവെള്ളമാണ്. ചെറു ചൂടുള്ള വെള്ളമായാലും കുഴപ്പമില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇടിച്ചെടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഇഞ്ചിയാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, തൊലിയൊന്നും കളയേണ്ട. അതേപോലെ തന്നെ നമുക്ക് ഇട്ടിട്ട് ഇടികല്ലിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് ചതച്ച് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ആ ഇഞ്ചിയുടെ ആ ഒരു നീരും എല്ലാം കൂടി മിക്സായി കഴിയുമ്പോൾ ആ ഒരു സ്മെല്ലും കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അതും കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുതിനയില ചേർത്ത വെള്ളത്തിലേക്ക്. ഇനി നമുക്കിതിലോട്ട് അടുത്തതായിട്ട് ചേർക്കേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പേപ്പർ ഒട്ടിക്കാനും ബുക്കിലോട്ട് ഒട്ടിക്കാനൊക്കെ എടുക്കുന്ന പശ കണ്ടോ. ഈ ഒരൊറ്റ പശ മാത്രം മതി കേട്ടോ. ഈ പശ നേരെ നമുക്ക് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ചൂടുള്ള വെള്ളമായാലും തണുത്ത വെള്ളമായാലും ഒരു പ്രശ്നമില്ല കേട്ടോ. കറക്റ്റായിട്ട് അത് വർക്കാവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് നമുക്കിനി നേരെ ചെയ്യേണ്ടത് നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റോളം അങ്ങനെ വയ്ക്കണം. കാരണം ഇതിൻ്റെ ആ സത്ത് കംപ്ലീറ്റ്ലി വെള്ളത്തിലോട്ട് ആവണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഇതിനെ അരിച്ചൊഴിക്കണം. അരിപ്പ് വെച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലോ അതിൽ സാധാരണ ബോട്ടിലേക്കോ ആക്കിയിട്ട് തളിച്ച് കൊടുത്താൽ മതി. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഇത്. കണ്ടോ അതിൻ്റെ കളറൊക്കെ കണ്ടോ. ആ ഒരു സംഭവം നമ്മുടെ കർട്ടൻസിലോ കിച്ചണിലോ എവിടെയാണെങ്കിലും തളിച്ചു കൊടുക്കുക. നമുക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. പല്ലിയുടെ ശല്യം പൂർണ്ണമായും മാറിക്കിട്ടുമേ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ പറയണം കേട്ടോ. രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം. രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഗ്രാമ്പും 2 കുരുമുളകുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എണ്ണം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഇപ്പോൾ 4 ഗ്രാമ്പോ 4 കുരുമുളകോ ഒക്കെ അങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒരു വട്ടം ചെയ്യാനുള്ള സംഭവം മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കണം. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുരുമുളകോ പൊടിയോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നന്നായിട്ട് ചതച്ചിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചതച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള കുരുമുളകുണ്ട് അതായാലും ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ചതച്ചത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഓരോരോ ഐറ്റംസിനത് ചേർത്ത് കൊടുക്കണം. ഇത് ചെയ്യുമ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മൾ കുറച്ചൊക്കെ വ്യത്യാസപ്പെടുത്തി നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്ത് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. അടുത്തതായിട്ട് ചെറിയുള്ളിയാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ചെറിയുള്ളി തന്നെ എടുക്കണം. ഇപ്പോൾ സവാള വെച്ചാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയുള്ള ടിപ്പിൽ മാത്രം ചെയ്താൽ മതി. ഇത് ചെറിയുള്ളിയാണ് സൂപ്പർ ഇതിന്. അതുകൊണ്ടാണ് ചെറിയുള്ളി തന്നെ എടുക്കാൻ പറയുന്നത്. ജസ്റ്റ് ചതച്ചിട്ടുണ്ട്. തൊണ്ട് ഒന്നും കളയണ്ട കേട്ടോ. ആ ചതഞ്ഞ പൊടി തന്നെ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേണേൽ തലേ ദിവസം ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം യൂസ് ചെയ്താലും മതി കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയങ്ങളിൽ കുറച്ച് കൂടുതൽ സമയം ഇതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാനായിട്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഒക്കെ വയ്ക്കുക. അല്ലെങ്കിൽ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒന്ന് അരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത്
കഴിയുമ്പോൾ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ ബോട്ടിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നിറച്ച് ഇതിൻ്റെ വേസ്റ്റ് കയറിയിരിക്കും, അപ്പോൾ സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. മൂന്നാമത്തെ ടിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു സവാളയാണ്. സവാളയുടെ ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. ഒരല്പം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് വെക്കുക. അരിഞ്ഞെന്ന് വെച്ചാൽ നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിയുന്നത്. ഇനി നമുക്ക് ഈ അരിഞ്ഞ സാധനത്തിനെ ഇതിലോട്ടൊരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് 100% ആണ്. നമ്മുടെ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ജീരകം. അപ്പോൾ ജീരകം ചേർത്തിട്ടുണ്ട്, നല്ല ജീരകമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ജീരകം ചേർത്തതിന് ശേഷം ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ചതയുന്ന പരുവത്തിലേക്ക് നമുക്ക് നീരു ഇട്ട് ഇടികലിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമ്മളൊന്ന് ചതഞ്ഞ് കിട്ടുമ്പോൾ ആ ജീരകത്തിൻ്റെയും സവാളയുടെയും കൂടിയൊക്കെ ആ ഒരു ടേസ്റ്റ്, അതിനകത്ത് ആ ഒരു സ്മെല്ലും കാര്യങ്ങളും നീരും ഒക്കെ മിക്സായ ഒരു അവസ്ഥയായിരിക്കും. അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജീരകം അതായിട്ടില്ല, മുഴുവനായിട്ടില്ല എങ്കിൽ പൊടിച്ചതായാലും മതി, ഒന്ന് ചതച്ച് വെച്ചായാലും മതി, അങ്ങനത്തെ എടുത്താലും മതി കേട്ടോ. ജസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് മിക്സിലിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ എല്ലാം നമുക്ക് ഇടികലിൽ വെച്ചാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചതഞ്ഞ് കിട്ടും. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് മിക്സിയിലൊന്നും ഇട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇല്ല, നിങ്ങൾ അരകല്ലെ വെച്ചൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ. ഇത് കുറച്ചുകൂടി ചതഞ്ഞ് കിട്ടിയാൽ നല്ലതായിരിക്കും, പക്ഷേ ഇപ്പോൾ തന്നെ ഈ പരുവത്തിലായാലും കുഴപ്പമൊന്നുമില്ലേ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഒരല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ട അടുത്ത സംഭവം എന്ന് പറയുന്നത് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി വിനാഗിരി ഇല്ലെങ്കിൽ നിങ്ങളൊരല്പം നാരങ്ങയുടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയാൽ മതി. ഞാനിപ്പോൾ ഒരു അടപ്പ് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി എടുക്കണേ. അപ്പോൾ നന്നായിട്ട് ഇളക്കി അതും ഫുള്ളായിട്ട് മിക്സ് ആവുന്ന പരുവത്തിലേക്ക് നമ്മൾ ആക്കിയെടുക്കണം. ഇത് കണ്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഈസ്റ്റാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണല്ലോ ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് ഒരല്പം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണ്. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അത് ഒരു അരിപ്പയിൽ നന്നായിട്ട് അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഈസ്റ്റും കൂടി ചേർത്തപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയതുകൊണ്ട് ഒരു വൈറ്റിഷ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം. അപ്പോൾ അരിപ്പ വെച്ചിട്ട് ഒഴിച്ച് മാറ്റണം, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൻ്റെ അകത്തൊക്കെ ആവുമല്ലോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പ് തരുവാണ്. അപ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ സംഭവം നമ്മുടെ വീട്ടിൽ എവിടെയാണോ കൂടുതലായി പല്ലി കാണുന്നത് ആ ഭാഗത്തൊക്കെ മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ വീട്ടിൽ പല്ലി എന്ന് പറയുന്നൊരു സാധനമേ ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.